പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറ വഴി കൊച്ചിയിലേക്ക് ഒരു യാത്ര സ്കിപ്പ് ചെയ്യാതാണ് കേട്ടോ. ഇവിടെ ഉണ്ടോ വാൽപ്പാറ ബസ് നിർത്തണത്. ഹായ് മച്ചാന്മാരെ, ഞാനിപ്പോൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലാണ് നിൽക്കണത്. ഇന്നത്തെ നമ്മുടെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറ വഴി നേരെ മലക്കപ്പാറ കയറി അതിരമ്പള്ളി ചാലക്കുടി കൊച്ചിയിലേക്ക് പോകാനുള്ള പണിയാണ്ട. ആ വഴി ചുരം വഴി ഇറങ്ങി പോകാനുള്ള അതിലാണ് ഞാൻ നിൽക്കണേടാ. പക്ഷേ 8 മണിക്ക് ഞാനിവിടെ എത്തിയതാണ്. 8 മണിക്ക് എത്തി. ഇതാണ് വാൽപ്പാറ ബസ് നിർത്തുന്ന സ്ഥലം കേട്ടോ. ആ ബസ് ഫുള്ളായിരുന്നു. പിന്നെ അടുത്ത ബസ് 8:50 അരമണിക്കൂർ ഇടവിട്ട് ബസ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും 1 മണിക്കൂറൊക്കെ അതെ 1 മണിക്കൂർ ഇടവിട്ട് ബസ് ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നത്. വന്നിട്ടില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നൊരു വമ്പം കാഴ്ചയായിരിക്കും. ഇനി 8:50 ബസ്സിനാണ് ഞാൻ കയറണമെന്നുണ്ടെങ്കിൽ വാൽപ്പാറ എത്തുമ്പോൾ 12:15 12:15 കഴിഞ്ഞാൽ എനിക്ക് വാൽപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്കുള്ള മറ്റേ ചീനിക്കാസ് ബസ് നഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ നമുക്ക് കൊച്ചിയിലെത്താം, അത് നഷ്ടപ്പെട്ടാലും എങ്ങനെ എത്താം എന്നുള്ള രീതിയാണ് ഞാൻ കാണിക്കാൻ പോണത്. നഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ കയറി തന്നെ രക്ഷപ്പെടാം. അപ്പോൾ ഇന്നൊരു പമ്പൻ അലച്ചിൽ വീഡിയോ ആയിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോട്ടാ, അടിപൊളിയായിരിക്കും. ഫ്രണ്ടിൽ സീറ്റ് കിട്ടൂലല്ലേ അണ്ണേ? അല്ല ലേഡീസ് ആയിരിക്കും അല്ലേ? വാൽപ്പാറയിൽ ഫ്രണ്ട് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സൈഡ് സീറ്റിലിരുന്നെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്ത് പരിപാടി നടത്താം. ആദ്യത്തെ ബസ് ഫുള്ളായിരുന്നു, ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ കയറിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഫ്രണ്ട് സീറ്റിലിരുന്ന് ഷൂട്ട് ചെയ്താലാണ് നമുക്ക് ആ വിഷ്വൽ ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കയറി നിന്ന് പിടിച്ച് ഷൂട്ട് ചെയ്ത് ആ ചുരം കയറുമ്പോൾ അവിടെ എത്തുമ്പോൾ ഞാൻ അവസ്ഥ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല. അതിൽ കയറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ചിലപ്പോൾ ആ ചീനിക്കാസ് ബസ് നഷ്ടപ്പെടില്ലായിരുന്നു. വാൽപ്പാറയിൽ നിന്ന് ഒരേ ബസ്സുള്ളൂ കേട്ടോ നമ്മുടെ ചാലക്കുടി കേരളത്തിലേക്ക്. അപ്പോൾ ആ ബസ് 12 മണിക്കാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ളത് മലക്കപ്പാറയിൽ നിന്നുള്ള KSRTC ബസ്സാണ്. വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറയിൽ പോയി അവിടെ നിന്ന് KSRTC ബസ് പിടിക്കണം. അത് 12:10 12:10 കഴിഞ്ഞാൽ 3:15 പിന്നെ 5 മണിക്കുമാണ് ആ ബസ് ഉള്ളത്. 5 മണിക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് റിസ്ക് എടുക്കാൻ തീരുമാനിച്ചേക്കണം. അപ്പോൾ നമുക്ക് കാഴ്ചയൊക്കെ കണ്ടു പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ യാത്ര വളരെ അട്ടർ ഫ്ലോപ്പായിരിക്കും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ? എന്താ സംഭവിക്കണമെന്ന് അറിയില്ല നമുക്ക്. അപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറ വഴി കൊച്ചിയിലേക്ക് ഒരു യാത്ര സ്കിപ്പ് ചെയ്യാതാണ് കേട്ടോ. ഇപ്പം 8:30 കേട്ടോ. ആദ്യത്തെ കടമയെന്ന് പറഞ്ഞാൽ നമ്മൾ സീറ്റ് പിടിക്കാമെന്നാണ്. എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി. ഫ്രണ്ടിൽ കിട്ടിയാൽ അത്ര സന്തോഷം. ഇവരെല്ലാം വാൽപ്പാറ ബസ് കാത്ത് നിൽക്കണ ആൾക്കാരാണ്. ഇതിൻ്റെ ഇടയിൽ കയറി എൻ്റെ പൊന്നോ, അതൊന്നൊന്നൊരു ടാസ്ക്കാണ് മോനെ. ഇവിടെ കട്ട ചൂടാണ്. 38 ഡിഗ്രി വരെ ഉണ്ടായിരുന്നില്ല ചൂട്. കിടിലൻ ചൂട്. ഈ ബസ്സിൻ്റെ പുറകെ ഓടി. പക്ഷേ ഓടിക്കയറിയിരുന്നപ്പോൾ അത് വാൽപ്പാറ ബസ്സല്ല, അത് രാമപട്ടണം ടൗണിലേക്ക് പോണ ബസ്സാണ്. എൻ്റെ ഒരു അവസ്ഥ. ഇവരെല്ലാവരും ഓടണുണ്ടപ്പോൾ ഞാൻ ഓടിയതാണ്. ആ ബസ്സിൽ ഓൾറെഡി ഞാൻ ഓടിക്കയറി ഇരുന്ന്. അപ്പോൾ പറയണ രാമപട്ടണത്തേക്ക് പോണ ബസ്സാണ്. എന്ത് പറയാൻ. ബാക്കി കാണുന്ന ആൾക്കാരെല്ലാവരും ഓടിയിട്ടാ. ഒരു 1.5 എക്സ്പീരിയൻസ് ആണ് മക്കളെ. അതൊക്കെ നിങ്ങൾ അറിയണം. ഇവിടെ ആണെങ്കിൽ ചൂടെന്ന് പറഞ്ഞാൽ ഒരു 1.5 ചൂടാണ്ടോ. രാവിലെ ആയിട്ട് തന്നെ ഇത്ര ചൂട്. ഉച്ചക്കൊന്നും നിൽക്കാൻ പറ്റില്ല ഇവിടെ. ഞാൻ ഇന്നലെ വന്നേ ഇവിടെ. സീന ചൂടാണ്ട, സീൻ ചൂട്. പച്ച ബസ്സാണെന്ന് മനസ്സിലായി. കാരണം പച്ച ബസ് കാണുമ്പോൾ എല്ലാവരും ഓടണുണ്ട്. അപ്പോൾ പച്ച ബസ്സിൽ കയറി ഇരിക്കണേണ് നല്ലത്. എന്താ കളിയാ, ഇതാണ് ബസ് കേട്ടാ. ഈ ബസ്സിൻ്റെ അവസ്ഥ നോക്കിയേ, ഫുള്ള്. ഫ്രണ്ടിൽ മാത്രം ഒരു സീറ്റ് ഉണ്ട്, പക്ഷെ അത് കണ്ടക്ടറാണ്, ഇരിക്കൂലെന്ന്. അറ്റ് ലാസ്റ്റ് ഒരു ബസ് വന്നിട്ടുണ്ട് കേട്ടാ. വാൽപ്പാറ ബസ്സാ, വാൽപ്പാറ ബസ്സാന്ന് പറഞ്ഞത്. അയ്യോ, ഇറങ്ങ. അയ്യോ, എൻ്റെ വാൽപ്പാറ പുണ്യാളാ, സെറ്റാക്കി. സബാഷ്. 8:50 ബസ് വന്നു. അത് വന്നപ്പോൾ ഫുള്ളായിരുന്നു. അപ്പം എൻ്റെ മനസ്സ് ചത്ത്. ഞാൻ എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് വേറെ എറണാകുളത്തേക്ക് പോകാന്നുള്ള മൈൻഡിൽ അവിടെ നിന്നപ്പോൾ ഒരു ബസ്സും കൂടി വന്നേക്ക്. ആൾക്കാർ ഇടിച്ച് കയറുന്നുണ്ട്. ഓടിച്ചെന്ന് വേർത്ത് കുടിച്ച് ഓടിച്ചെന്ന് അതിൻ്റെ ഇടയിൽ കയറി ഫ്രണ്ടിൽ പോയിന്ന്.
ഫ്രണ്ട് സീറ്റിലിരുന്നു. ഈ സീറ്റിലെ ഇടക്ക് അത് കണ്ടക്ടർ സീറ്റാണ് മാറാൻ പറയും, പണി കിട്ടും, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നു ഈ സൈഡ്, ഇതാകുമ്പോൾ വിഷ്വൽ കറക്റ്റാണ്. നമുക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നമ്മ മടുത്ത് തുടങ്ങൂലേ അപ്പോഴായിരിക്കും നമുക്ക് സക്സസ് ഫ്രണ്ട് വന്നിരിക്കണേടാ. തോറ്റ് തുടങ്ങണ ആ നിമിഷം ഒരിക്കലും തോറ്റ് കൊടുക്കരുതില്ല, സീനാണ് ആ നിമിഷം. ഞാൻ ഒരു പാലക്കാട് ബസ് കഴിഞ്ഞ് ഞാൻ കയറി പോകേണ്ട സമയത്ത് ഇവിടെ ഒരു ബസ് വെറുതെ ഓടി വന്ന് നോക്കിയാൽ ഫ്രണ്ട് സീറ്റ് ഇന്നിപ്പോൾ ഫുള്ളാണ്, ബസ് ഫുള്ളാണ്. ആ സക്സസ് മുമ്പിൽ തന്നെ ഉണ്ടാവും, അത് നമ്മൾ തോറ്റു കൊടുക്കരുത്. ഇത്ര വിഷ്വൽ പോലെ ഇനി കണ്ടക്ടർ വന്നിട്ട് നമുക്ക് ചോദിച്ചിട്ടെ ഇവിടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കാം. ഇവിടെ ഒരു ടവൽ ഇട്ടിട്ടുണ്ട്, കണ്ടക്ടറിൻ്റെ ആയിരിക്കും. നല്ല ചൂടാണ്ട് ഇവിടെ. പൊള്ളാച്ചിയിൽ മാർച്ചിലൊക്കെ വന്ന ഒരു സീനാണ്ടതല്ല. രാവിലെ 9 മണിയായിട്ടുള്ളൂ, നല്ല ചൂടാണ്. വേണ്ട ബസ് ഫുള്ളാണ്, ഒരു സീറ്റ് പോലും ഇല്ല കാലിയായിട്ട്. ബസ് ഫുള്ള് ഈ സീറ്റ് കണ്ട, എനിക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കാൻ പറ്റില്ല, കാല് പോവും. കറക്റ്റ് ഗ്യാപ്പിൽ പണത് വെച്ചേക്കാൻ. നീങ്ങിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോടാ വന്നീന്ന് പറയേണ്ടി വരും. ഓക്കെ ശരിയാണോ, ഞാൻ വിളിച്ചോളാം. അങ്ങനെ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിനോട് വിട പറഞ്ഞ് പോവുകയാണ്. വിടയല്ല, ഇനിയും വരും. പൊന്നോ ഇമാതിരി ഒരു ബസ് സ്റ്റാൻഡ്. ഒമ്പത് 20 നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തത്. ഈ വഴിയിലോട്ട് ടേൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ പോസ്റ്റർ ഉണ്ടാവും. നമ്മൾ പൊള്ളാച്ചിയിലെ ടൗണിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട. നമ്മുടെ ഡ്രൈവർ അണ്ണൻ്റെ പേരൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ചോദിക്കാം. പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് ഏകദേശം 65 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. 2.5 മണിക്കൂർ ടൈം എടുക്കും കേട്ടോ നമുക്ക് വാൽപ്പാറയിലെത്താൻ. 40 ഹെയർ പിൻ ബെൻഡ് കയറി ഇറങ്ങി വേണം കേട്ടോ നമുക്ക് വാൽപ്പാറയിലെത്താൻ. വാൽപ്പാറയിലെ സീസൺ ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി വരെ ഉണ്ടാ. നമ്മൾ പോണ മാസം മാർച്ച് ആയതുകൊണ്ട് തന്നെ ഡാമിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി കിടക്കണായിരിക്കും കേട്ടോ. തിയേറ്ററിലും മഞ്ഞുമ്മൽ ബോയ്സ് ആളുകൾ. പൊള്ളാച്ചിന്ന് വാൽപ്പാറയിലോട്ട് 64 രൂപയായിട്ടാ. വാൽപ്പാറയ്ക്ക് ഇവിടെ നിന്ന് 59 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇപ്പം സമയം 9:38. ഷൺമുഖപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത് ചുറ്റും പുളിമരങ്ങളാണ് റോഡിന് സൈഡിൽ. നമുക്ക് ഈ വീഡിയോയിൽ ആലിയാർ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റൂടാ. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടോ എന്തായാലും. എൻജിൻ്റെ സൗണ്ട് കേട്ടാ. അങ്ങനെ ദൂരെ വാൽപ്പാറ മലനിരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുലിയൻ കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. തമിഴ്നാട് സംസ്ഥാനത്തിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കും ഹിൽ സ്റ്റേഷനും വേണ്ട നമ്മുടെ വാൽപ്പാറ. ഓ അടിപൊളി കാഴ്ച കേട്ടോ. സീൻ നോക്കിയാ നിങ്ങ. വാവ്. ഞാൻ ഇന്നത്തെ ദിവസം കണ്ടതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഉണ്ടായത്. അങ്ങോട്ട് കയറുമ്പോൾ ഇതിൽ മനോഹരമായിരിക്കും എന്നറിയാം, എന്നാലും ഇതിൽ വളരെ മനോഹരമാണ്. മലയൊക്കെ കയറി വാൽപ്പാറയിലേക്ക് എത്താൻ നമ്മൾ.
വാൽപ്പാറയില 42 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. മങ്കി ഫോൾസിലോട്ട് 6 കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന്. വാൽപ്പാറയിലേക്കുള്ള 42 കിലോമീറ്റർ കവർ ചെയ്യാൻ ഏകദേശം 2 മണിക്കൂറിനടുത്ത് പിടിക്കോട്ടാ. മാലിയാർ ഡാമിന്റെ താഴെയുണ്ട് ഇപ്പൊ നിൽക്കുന്നത് സൈഡില്. ഇവിടെ പാർക്കൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോയി കാണാനൊക്കെ പറ്റൂടാ. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നമ്മിനി ആ മല കയറാൻ നേരത്ത് നമുക്ക് ആലിയാർ ഡാമിൻ്റെ വെള്ളമൊക്കെ കിടക്കണ കാണാൻ പറ്റൂടാ. ആ വിഷ്വലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാഴ്ചകൾ തീരണില്ലട്ടാ, തുടങ്ങണേ ഉള്ളൂ. ഇങ്ങനെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടാ. നമ്മുടെ ഡ്രൈവർ തന്നെ പൊളിയാണ്, നല്ല സ്മൂത്തായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചുരം കയറുന്ന കാഴ്ച കാണാട്ടോ. ഇവിടെ എനിക്കൊന്നും ഒരു 10 മിനിറ്റ് നിർത്തിടാൻ ചാൻസ് ഉണ്ട്. ചായ കുടിക്കാനുള്ളവർക്ക് ചായ കുടിക്കാം. ഇവിടെ ഒരു 10 മിനിറ്റ് നിർത്തോട്ടാ. ചായ കുടിക്കാനുള്ളവർക്ക് ചായ കുടിക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി വാൽപ്പാറ എത്തുള്ളൂ. മുരിങ്ങാക്കോല് വിൽക്കുന്ന അപ്പാപ്പൻ. ദിസ് ഈസ് ദ വണ്ടി ഞാൻ വന്നത് കേട്ടോ. ഇനി ഇത് ആ മലയുടെ മേലെ കണ്ട കയറാൻ പോണത്. ഇവിടെ നോക്കിയാൽ നമുക്ക് റോഡൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ആഫ്റ്റർ 10 മിനിറ്റത്തെ ചായ കുടിക്ക് ശേഷം നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേണ്ട. ഇനി അതിൻ്റെ മേലിലോട്ട് കയറാൻ വേണ്ടി പോണേണ് മോനെ. ഇപ്പം സമയം 10:15 ഞാൻ വിളിക്കാം. ഓക്കെ. ആനമലൈ ടൈഗർ റിസർവിലോട്ട് നമ്മൾ എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് പൊള്ളാച്ചി ഡിവിഷനാണ്. വാൽപ്പാറയിലേക്ക് 40 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ആലിയാർ ഡാമില് വെള്ളമൊക്കെ വറ്റി കിടക്കണേണ്ട നോക്കി. വെള്ളമൊക്കെ തീരെ കുറവാണ്ട. ഇനി നമ്മൾ നേരെ മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ റോഡൊക്കെ കാണാൻ സാധിക്കട്ടെ നമുക്ക്. കണ്ടോ, അങ്ങനെ നമ്മ ചുരം കയറാൻ തുടങ്ങാൻ വേണ്ടി പോണേണ്. ഇവിടെ തൊട്ടാണ്ട തുടങ്ങണത് ചുരം. ഇപ്പൊ സമയം 10:17. ഇവിടെ നിന്ന് ചാലക്കുടിയിലേക്കുള്ള കിലോമീറ്റർ ചോദിച്ചിട്ടുണ്ട്. 146 കിലോമീറ്റർ ഉണ്ടാ ഇവിടെ നിന്ന് ചാലക്കുടിയിലേക്ക് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ചുരം കയറും തോറും ആലിയാർ ഡാം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ പറ്റൂടാ. ഇതിലിപ്പോൾ ഒട്ടും വെള്ളമില്ല, വെള്ളം തീരെ കുറവുണ്ട. ഇടക്ക് ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചാൽ നന്നായി. ഇടക്ക് ടിക്കറ്റ് വന്ന് ചോദിക്കണുണ്ടാ കണ്ടക്ടർ. ഈ ബസ്സിൽ കയറുന്നവർ ടിക്കറ്റ് കളയാതെ നോക്കാം, അല്ലെങ്കിൽ ഇനിയും ടിക്കറ്റ് എടുക്കേണ്ടി വരും. എലിഫന്റ് ക്രോസിംഗ് സോണിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും കാണാണ്ട ഭാഗ്യം ഉണ്ടാവില്ലടാ. ആനകളെല്ലാം നാട്ടിലല്ലേ. അണ്ണൻ നല്ലോണം പറപ്പിക്കണ്ടല്ലോ. ഇവിടെയാണ് മങ്കി ഫോൾസ്, വാട്ടർ ഫോൾസ് ഉള്ളത് കേട്ടോ. ഇതാണ് മങ്കി ഫോൾസ്. ഇവിടെ നിർത്തണമെന്നില്ല, അടിച്ച് പറപ്പിച്ചാ പോണത്.
വേനൽക്കാലത്തും ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും. പക്ഷെ എൻ്റെ പൊന്നെ, നമ്മുടെ മൂന്നാറൊക്കെ വെള്ളമൊക്കെ വറ്റി കിടക്കണേ, ഇവിടെ വെള്ളമുണ്ട്. ഇപ്പൊ കയറി വെക്കണത് മൂന്നാമത്തെ ഹെയർ പിന്നാണ്ടാവും. 40 ഹെയർ പിന്നുണ്ട് ടോട്ടല്. നമ്മൾ കയറി വന്ന റോഡെല്ലാം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പം നമ്മൾ ഏകദേശം നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. താഴേക്ക് നോക്കുമ്പോൾ ആലിയാർ ഡാം ഒരു മൂലക്കായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്ട. വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്ട. ഇവിടെ നിന്നാണ് നമ്മൾ തേയിലത്തോട്ടം ആരംഭിക്കണേ കേട്ടോ. വാട്ടർഫോൾ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്ട. 28ാമത്തെ ഹെയർ പിൻ എത്തുമ്പോൾ നമ്മൾ വാൽപ്പാറ ഫോറസ്റ്റ് റേഞ്ചിലേക്ക് കയറും. ഇനി അങ്ങോട്ട് തേയിലകളുടെ കാഴ്ചകളാണ്ട. ഇത് കണ്ട വാട്ടർഫോൾ എന്ന് പറഞ്ഞ സ്ഥലത്തെ പോസ്റ്റ് ഓഫീസ്. വാട്ടർഫോൾ എസ്റ്റേറ്റ് പോസ്റ്റ് ഓഫീസ്. ഇനിയാണ് വാൽപ്പാറയിൽ വന്ന ആരും മിസ് ചെയ്യാത്ത സ്ഥലമാണ്. ആ സ്ഥലത്തിലേക്ക് നമ്മൾ കയറണേണ്ട. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ബെൻഡ് കേട്ടോ. 40 കഴിഞ്ഞു. 9 കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ വാൽപ്പാറ സ്റ്റാൻഡ് എത്തോട്ടാം. ഹെയർ പിന്നെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അയ്യർപടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തണം കേട്ടോ. ഇപ്പോൾ സമയം 11:40 11:45. നമ്മുടെ മറ്റേ ചീനിക്കാസ് ബസ് 12 മണിക്കാണ് വാൽപ്പാറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും, കാറും കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരു 5 കിലോമീറ്ററിന് അടുത്ത് കൂടി ഉണ്ട്. അണ്ണൻ കേട്ടെന്ന് തോന്നണം ഞാൻ പറയണത്. അണ്ണൻ വെച്ച അലക്കി വിടുന്നുണ്ട്.
ബസ് കിട്ടിയാ കിട്ടി. (11:57). ഇനി ഇവിടെ ടൂറിസ്റ്റ് പ്ലേസിലോട്ടൊക്കെ പോകാനുള്ള ബോർഡ് വെച്ചിടണം കേട്ടോ. 11:58. മിക്കവാറും 1 മിനിറ്റ് വ്യത്യാസത്തിൽ ആ ബസ് പോകാൻ ചാൻസ്. 12 മണിയായി. കറക്റ്റ് നമ്മൾ തൊട്ടടുത്തുണ്ട്, പക്ഷെ അത് കിട്ടാൻ ചാൻസ് ഇല്ല. ആ ബസ് പോകും. ഇവിടെ ആൾക്കാർ ഇറങ്ങാനുള്ള രക്ഷയില്ല ഗൈസ്. ബസ് സ്റ്റാൻഡ് ഇതാണ്ട അണ്ണ, അവിടെ നിൽക്കോ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൽ നിന്നാണെന്ന് തോന്നുന്നു ചാലക്കുടിക്ക് നമുക്കുള്ള ബസ്. 12:02 ബസ് പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അണ്ണം കറക്റ്റ് 12:03 എത്തിച്ച്. 2 മിനിറ്റേ വൈകിയുള്ളൂ. ബസ് പോയിട്ടുണ്ടെന്ന് അറിയില്ലട്ടാ. രക്ഷയില്ല മക്കളെ, വണ്ടി പോയിന്നാ പറഞ്ഞ. ഇപ്പൊ പോയുള്ളൂ. ഓട്ടോ പിടിച്ച് പോയാൽ ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞു. റിസ്ക് ആണ്, കാരണം ഓട്ടോക്കാരൻ പറഞ്ഞ് കുറച്ച് നേരം പോയിന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അത് ഒഴിവാക്കിയിട്ടാ. പാൽപ്പാറ കിടന്ന് വട്ടം കറങ്ങണേ. 2 മിനിറ്റ് വ്യത്യാസത്തിൽ ആ ബസ് പോയി. സാരില്ല, എന്തായാലും 3 മണിക്കത്തെ ബസ്സിൽ പോകാനേ നമുക്ക് യോഗമുള്ളൂ, ആനവണ്ടിക്ക്. പിന്നെ ഇവിടെ നിന്ന് ഇനി ഫുഡ് അടിച്ച് റെസ്റ്റ് ചെയ്യാം. 3 മണിയുടെ സമയമുണ്ട്. ഇനി ഷോളയാർ ഡാമിൻ്റെ അവിടെ പോയി ബസ് ഇറങ്ങി അതിനുശേഷം മലക്കപ്പാറേൻ്റെ അവിടെ പോയി ഓട്ടോറിക്ഷയ്ക്ക് പോയി നിൽക്കണം. എന്നാലും ഇനി അടുത്ത ബസ് കിട്ടുള്ളൂ. അപ്പം ടൈമിങ് ഇതാണ് സീനായത്. 2 മിനിറ്റ് വ്യത്യാസത്തിൽ. ആ വണ്ടി അവിടെ അത്ര നേരം നിന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ബസ് കിട്ടിയാണ്. പാൽപ്പാറയിലൂടെ തേരാപ്പാറ. ഇവിടെ ഒരു ലക്ഷ്മി ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചാപ്പാട് കിട്ടുമെന്ന് പറഞ്ഞു. 12 മണിയായിട്ടുള്ളൂ. അപ്പോൾ ചാപ്പാട് ഇനി കിട്ടുമെന്നൊക്കെ അറിയാം. ഇവിടെ ഒരു ഹോട്ടൽ ശ്രീലക്ഷ്മി ഉണ്ട് കേട്ടോ. ഞാനൊരു കുസ്ക പറഞ്ഞു ഗൈസ്. കുസ്കയോടൊപ്പം ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ഒരു 65 കൂടി ഓർഡർ ചെയ്തു. ഫുഡ് അടിച്ച് ഷോളയാർ ഡാമിന് അങ്ങോട്ടുള്ള ബസ്സിൽ കയറിയിട്ടാണ്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോക്ക് വേണ്ടി പോകണം. അപ്പോൾ ബസ്സിൽ കയറി നിൽക്കണേ. ബസ് ഫുള്ളാണ്. 48 മിനിറ്റ് പിടിക്കുമെന്ന് പറഞ്ഞു അവിടെ എത്താൻ. 20 രൂപ മേടിച്ചിട്ട് പോയി, പക്ഷെ ടിക്കറ്റ് വന്നിട്ടില്ല. ടിക്കറ്റ് 20 രൂപ. ഷോളയാർ ഡാം 20 റുപ്പീസ്. ഷോളയാർ ഡാമിലേക്ക് 20 രൂപ മേടിച്ചിട്ടാ. നമ്മുടെ വാൽപ്പാറയിൽ നിന്ന് ഷോളയാറിലേക്ക് 20 റുപ്പീസ്. ഞാൻ അവിടെ എത്തിയിട്ട് പോക്കാം ഗൈസ്. ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നോക്കേ, ഷോളയാർ ഡാമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഷോളയാർ ഡാം ഇറങ്ങി നടക്കാം. ഇപ്പം എനിക്ക് വാൽപ്പാറയിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നിട്ടാ ഈ മലക്കപ്പാറ ഷോളയാർ ചെക്ക് പോസ്റ്റിന് അങ്ങോട്ട്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ചാലക്കുടിക്ക് മലക്കപ്പാറയിൽ നിന്ന് ബസ് കിട്ടണത്. ഞാൻ കാണിച്ചു തരാം. അതാണ് കൊരങ്ങുമുടി എസ്റ്റേറ്റ്. ഞങ്ങളവിടെ പോയി താമസിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആന ഓടിച്ചിട്ട് കുത്താൻ വന്നത്. അവിടെ നോക്കുമ്പോൾ ഡാമിലൊക്കെ നിറച്ച് വെള്ളം ഒരു നന്നു. ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഡാമിൻ്റെ അവിടെ എത്തിയിട്ടാകുമ്പോൾ നമുക്കിപ്പോൾ 1:45 നമുക്ക് ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ പോയി എന്നാലേ നമ്മുടെ ബസ് കിട്ടുള്ളൂ. ഇപ്പം അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഇറങ്ങണില്ല. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നടന്നവിടെ എത്തുമ്പോൾ സമയം ഒരുപാടാവും. ഇവിടെ ഓട്ടോറിക്ഷയൊന്നുമില്ല. ഗൈസ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ട് ഗൈസ്.
ഇനി ഇവിടെ നിന്ന് അതിലേക്കൂടി ഒരു വഴിയുണ്ട്. ആ വഴിയിൽ ഓട്ടോറിക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ 20 രൂപ. ആ ബസ് ഇപ്പം തിരിച്ചു വരും. അതിൽ പോയി കഴിഞ്ഞാൽ 7 രൂപ. ഒന്നും പറയണ്ട ഗൈസ്, ഓട്ടോക്കാരുടെ അടുത്ത് 20 രൂപ ഉള്ളെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആ ബസ്സുകാരൻ. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ 100 രൂപയെന്ന്. എന്നാൽ പിന്നെ 7 രൂപ കൊടുത്ത് ഇതിൽ പോയാൽ പോരെ. ഈ ബസ് ഇപ്പോൾ ഞാൻ ചെക്ക് പോസ്റ്റ് ഇറങ്ങിയിട്ടാ. ഞാൻ ചെക്ക് പോസ്റ്റിൽ നിന്ന് നേരെ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടി അത് വാൽപ്പാറക്ക് പോകും. അതൊരു വമ്പൻ കാഴ്ചയാണ്. പക്ഷേ സീനാണ്ട് ഇടിയാണ് അതിൻ്റെ ഉള്ളിൽ. നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി. കേരളത്തിലേക്ക് കയറിയിട്ടാ. ഇനിയിപ്പോൾ നമ്മുടെ ബസ് അവിടെ വന്ന് കിടക്കും. ആ ബസ്സിൽ കയറി നേരെ ചാലക്കുടി. സമയം ഇപ്പോൾ 2:07. വല്ലാത്തൊരു സീനാണ്ട. 3 മണി വരെ ഇനി പോസ്റ്റാണ്. ഇനി അവിടെ നേരെ ചാലക്കുടി നേരെ കൊച്ചി. കുറച്ച് പേരും കൂടിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ചെക്ക് പോസ്റ്റിന് അവിടെ നിന്ന് ഒരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ കൂടെ നടക്കണേണ്ട ബസ് സ്റ്റാൻഡിലോട്ട്. സാമി എന്ന് പറഞ്ഞ ചേട്ടനാണ്ട നമ്മൾ പരിചയപ്പെടുത്തിയേക്കണ. സാമി എന്നാണ് എൻ്റെ പേര്. അടിച്ചോട്ടി കോളനി. അടിച്ചോട്ടി പത്തിരിപ്പാലം നമ്മുടെ കാട്ടിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കാട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ജീവിക്കണേ. പൊളിയായിരിക്കുമല്ലോ. ഞങ്ങൾ സത്യമായിട്ട് ഞാൻ കാട്ടിനുള്ളിലാണ്. ഞങ്ങൾ ചാലക്കുടിക്കൊക്കെ ഞങ്ങൾ പിള്ളേരെ ഇതൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ നോക്കാൻ ഞായറാഴ്ച ഞങ്ങൾ പോകും. ഞായറാഴ്ചക്ക് എന്നിട്ട് തിരിച്ചു വരും. ഞായറാഴ്ച ഒരു വൈകിട്ട് വണ്ടിക്ക് വരും. സീനിക്കാശ് ഉണ്ട്, പിന്നെ ട്രാൻസ്പോർട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ. ആളിവിടുത്തെ ട്രൈബൽ കോളനിയിൽ താമസിക്കണേന്നാ പറഞ്ഞേട്ടാ. ഞാനപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ, അല്ലെങ്കിൽ രക്ഷയില്ല. ആകെ ടയർഡായി പോയി. ഞാൻ ആ വാൽപ്പാറയിൽ നിന്ന് മേടിച്ചതാണ് ഒന്ന് ഗോളി സോഡ. അത് ഇപ്പം ഇങ്ങനെയൊക്കെ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ പൊട്ടിക്കാൻ പറ്റാൻ പാട്ടാ. വീട്ടിൽ കൊണ്ടുപോയിട്ട് പൊട്ടിക്കേണ്ടി വരും. നെക്കിയിട്ട് പൊട്ടാനുള്ളത്. ഇവിടെ എന്തോ സ്റ്റിക്കറൊക്കെ ഉണ്ടെന്നോ. 2 പേരിലിട്ട് പൊട്ടിച്ചപ്പോഴാണ് ഇത് തുറന്നത്. ടാസ്ക്കാണ് ഇന്നത്തെ ദിവസം കേട്ടോ. ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നിട്ടാ. കുറച്ച് വെയിലാണ്, തണുപ്പൊന്നുമില്ല, ചൂടാണ്. ഇവിടെ വന്നിരുന്നു. ഇനി 3 മണി വരെ പോസ്റ്റ്. അപ്പോൾ 2:18 രാവിലെ തുടങ്ങിയതാണ്. ഈ വീഡിയോ കുറച്ച് വലുതാൻ ചാൻസ് ഉണ്ട്. 2:30 മണിയായി. നോക്കാം, വെയിലൊക്കെ കൊണ്ടാകെ ഇടങ്ങിയത്. പോസ്റ്റ് അവിടെ ഇരുന്ന് പ്രാന്ത് പിടിച്ചിട്ട് തേരാപ്പാറ നടക്കണേ. 2:45 അതായത് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി നടക്കണേ. അതായത് നമ്മുടെ ചേട്ടനും ഉണ്ട് കേട്ടോ പുറകെ. ഇവിടെ ഒരു CSI ക്രൈസ്റ്റ് ചർച്ച് കാണാം. അങ്ങനെ നടന്നു വന്നപ്പോൾ അത് ഇവിടെ കണ്ട ചെങ്കീരി. ഫൈനലി 4 മണിയായപ്പോൾ ബസ്സിൽ കയറിയിട്ടാ. 120 രൂപ ഇടാ. ചാലക്കുടി വരെയുള്ള ബസ്സാണ്. മലക്കപ്പാറ ടു ചാലക്കുടി. ഞാൻ ആ ചായക്കടയിൽ ചേച്ചീനായിട്ട് കമ്പനി അടിച്ചു. ആ ചേച്ചി എൻ്റെ ഫോണൊക്കെ ഫുൾ ചാർജാക്കി തന്നു. ഒരു ചായയും കുടിച്ചു. ലാസ്റ്റ് മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്കുള്ള യാത്രയുണ്ട. ഇതുണ്ട് മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. പിന്നെ നമ്മൾ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിലേക്കാണ് കയറാൻ പോകുന്നത് കേട്ടോ. സൈഡിലാണ് ഫോറസ്റ്റ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷനൊക്കെ. തേയിലത്തോട്ട് ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അടിയിലോട്ട് ഇറങ്ങുന്നതോറും നല്ല തിക്ക് ഫോറസ്റ്റ് ആയിക്കൊണ്ടിരിക്കും അവിടെ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ വഴി കൂടി സഞ്ചരിക്കണം. ഞാനൊരു 19 പ്രാവശ്യം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ആ ഒരു മടിപ്പുണ്ട് എനിക്ക്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്ട. അങ്ങ് ദൂരെ കാണുന്ന മലനിരകളാണ്ട. ആ വാൽപ്പാറ മലനിരകളൊക്കെ നമ്മൾ താണ്ടി ഇവിടം വരെ എത്തി. എത്ര ലോങ്ങാണ് നമുക്ക് ഇറങ്ങിയത്. എൻ്റെ പൊന്നോ, സമയം നോക്കിയ 4:06. രാവിലെ 8 മണിക്ക് തുടങ്ങിയതാ യാത്ര ഉണ്ടത്. എന്നിട്ട് ഞാൻ മലക്കപ്പാറ എത്തിയിട്ടുള്ളൂ.
ഇവിടുത്തെ റോഡ് ഇതേവരെ ശരിയാക്കിയിട്ടില്ല കേട്ടാ. എനിക്കൊന്നും ശരിയായിക്കൊണ്ടിരിക്കണേണ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബസ് കുലുക്കിയാ പോണത്. ഭയങ്കര സൗണ്ട്. ഒരു മലയെന്നായിരിക്കണ അതേ പോണ നമ്മുടെ ചീനിക്കാസ് ബസ്. അത് അവിടെ പോയി റിട്ടേൺ അടിച്ച് വന്നു. ആ ബസ്സിലാ പോയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ചാലക്കുടി കഴിഞ്ഞ് കൊച്ചിയിലെത്തേണ്ട സമയമായി. എന്തായാലും അതിൽ കയറി പോകാനാ നന്നായി. നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. 2 തമിഴ്നാട് ബസ്സിൽ കയറി മലക്കപ്പാറ വരെ വരാൻ പറ്റി. പിന്നെ ആ ചായക്കടക്കാരത്തി ചേച്ചീനെ പരിചയപ്പെടാൻ പറ്റി. നല്ലൊരു രസമായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്നു, കുറേ അണ്ണന്മാരോട് സംസാരിച്ച്, കുറേ ആദിവാസി ചേട്ടന്മാരോട് സംസാരിച്ച് അങ്ങനെ സമയം കളഞ്ഞു. അവരെല്ലാം ഈ യാത്രയിൽ പരിചയപ്പെടണമെന്ന് ദൈവം കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ ബസ് മിസ്സായത്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. നമ്മുടെ ചേട്ടച്ചാറിനുണ്ട് ഈ ബസ്സിൽ. പുള്ളി ഉറക്കമാണ്. പുള്ളീനെ എനിക്ക് ആ മറ്റേ മലക്കപ്പാറയിലിട്ടുള്ള ബസ്സിൽ നിന്ന് കിട്ടിയതാണ്ടാ. പുള്ളി ഇത്തിരി കഴിച്ചിട്ടുണ്ട്. പുള്ളി അതിൻ്റെ ക്ഷീണത്തിലാണ്. നമ്മുടെ ചേട്ടൻ ഈ കാട്ടിൽ ഇറങ്ങി പോകാൻ പോണെന്നാ പറയണത്. അടിപൊളി. താഴേക്ക് എറണാകുളം ജില്ലയിൽ ഈ അതിലൂടെ ഭാഗമൊന്നുമില്ല. അതിനങ്ങനെ രീതിയിൽ പോകുന്നുണ്ട്. എറണാകുളം തൃശ്ശൂർ പാലക്കാട് അങ്ങനെ പാലക്കാട് ജില്ല അതിനങ്ങനെ. അതിന്റെ അപ്പുറത്തല്ലേ ഇപ്പൊ എവിടെ ഇറങ്ങാൻ പോണത്? ഈ കാട്ടില് തൊട്ടടുത്താണോ? കാട്ടിൽ ആനയൊക്കെ ഉണ്ടാവൂലേ? കാടിന് നടുക്ക. അടിച്ചുട്ടി കോളനി അല്ലേ? ഓക്കെ. നമ്മുടെ ചേട്ടൻ ഇവിടെ ഇറങ്ങാൻ പോണേണ്. ചേട്ടന്റെ റോഡാണത്. ഓക്കെ ഓക്കെ ഓക്കെ. കോളനി ഓക്കെ ഏട്ടാ. ഇവരെല്ലാരും ഇവിടെ ഇറങ്ങി. വരാ ശരി. നമ്മുടെ ചേട്ടന്മാരെല്ലാം ഇറങ്ങിപ്പോയി. ഓക്കെ. കാടിൻ്റെ നടുക്കുള്ള ട്രൈബൽ കോളനിയിലാണ് അവർ താമസിക്കുന്നത്. പക്ഷെ എൻ്റെ പൊന്നോ, അങ്ങനെ അവരെയും പരിചയപ്പെട്ടു. അടിപൊളിയിടാ. എല്ലാവരും അടിപൊളി മെമ്പേഴ്സാണ്. ഇത്തിരി ഫിറ്റാണെങ്കിലും എല്ലാവരും നല്ല സൂപ്പറാണ്. ഒന്നും പറയാനില്ല. ആ ബസ് മിസ്സായി പോയിട്ട് എന്തോരാൾക്കാരാണ് പരിചയപ്പെട്ട്. സോ നമ്മൾ എന്നാലും ഈ അതിരമ്പള്ളി വാഴച്ചാൽ കാടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയില്ലേ? വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നിട്ട് എന്തായാലും ഈ യാത്രയിൽ ഞാൻ കുറേ പേരെ പരിചയപ്പെട്ടു. നമ്മൾ തമിഴ്നാടിൻ്റെ അവിടെ കണ്ടത് അപ്പർ ഷോളയാർ ഡാമാണ്. ഇത് ലോവർ ഷോളയാർ ഡാം. അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യണേ കേട്ടോ. നമ്മുടെ ആ ചേട്ടന്മാർ പറയണ്ടായിരുന്നു ബസ്സിൽ, മറ്റേ ട്രാൻസ്പോർട്ട് ബസ്സിനോട് 13 ആനകൾ വന്നപ്പോൾ ഇവർ കണ്ടു. പോകുമ്പോൾ കണ്ട ഭാഗ്യം, അല്ലെങ്കിൽ ഇല്ല. ഇവിടെ ഒരു ചെറിയൊരു ഹെയർ പെന്നുണ്ട് ഉണ്ടോ? മറ്റേ വണ്ടി റിവേഴ്സ് അടിക്കേണ്ടി വരും. ഈ വണ്ടി ഒറ്റയടിക്ക് ഇറങ്ങി പോകും.
ഇതാണ് നമ്മുടെ കബാലിയുടെ ഏരിയ. ഞാൻ കബാലിനെ ഇവിടെ വെച്ചാണ് കണ്ടിട്ടുള്ളത്. അവനൊക്കെ ഉൾക്കാട്ടിലായിരിക്കും. ഇനി ഇങ്ങോട്ടേക്ക് ആൾക്കാർ കുറവാണ്. ചാലക്കുടിക്ക് 60 കിലോമീറ്റർ കാണിക്കണ്ടേ. ഇവിടെയൊക്കെ എപ്പോഴും ആന നിൽക്കണേണ്. നമ്മ പോവാൻ നേരത്തൊന്നും ആന വന്ന് നിൽക്കൂല. അങ്ങനെ ഫോറസ്റ്റ് സ്റ്റേഷനും കഴിഞ്ഞിട്ടാ. അപ്പോൾ നമ്മ ചെക്ക് പോസ്റ്റിനോട് എത്തിയില്ല. ആറ് എട്ടായപ്പോൾ നമ്മൾ അതിരമ്പള്ളി എത്തിയിടാം. അതിരപ്പള്ളിയിലും വെള്ളം കുറവാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ചായക്കടയിലെ അമ്മാമ്മയാണ്. നമ്മ അതിരപ്പള്ളി വരുമ്പോൾ ചായ കുടിക്കൂലേ, ആ അമ്മാമ്മയാണ് നമ്മളെ. അതിരപ്പള്ളിയിൽ വരുമ്പോൾ ഞങ്ങൾ താമസിക്കാറുള്ള നമ്മുടെ ഫേവറേറ്റ് റിസോർട്ട് പ്ലാന്റേഷൻ വാലി. ഗൈസപ്പം ഞാൻ ചാലക്കുടി എത്തിയിട്ടാണ്. ചാലക്കുടിയിൽ നിന്ന് നേരെ ഒരു AC ലോ ഫ്ലോർ ബസ് വന്ന് അതിൽ ഞാൻ ചാടി കയറിയിട്ട് എറണാകുളം വണ്ടി ആയതുകൊണ്ട് 7:41 ആയിട്ടിപ്പോൾ. ഒരാളെയും കൂടി കിട്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 12 മണിക്കൂറായിട്ടപ്പോൾ യാത്ര തുടങ്ങിയിട്ട് 14 മണിക്കൂറിൽ അവസാനിക്കുള്ളൂ. 10 മണിയാവും ഞാൻ എന്തായാലും വീട്ടിലെത്തുമ്പോൾ. വോൾവോയിൽ 118 രൂപയായിട്ടാണ് ടിക്കറ്റ് ചെക്കർ വന്ന് ചെക്കും ചെയ്തു. ബസ്സിൽ നിന്ന് പരിചയപ്പെട്ട ഒരു പുതിയ സബ്സ്ക്രൈബറാണ് നമ്മുടെ. ഈ യാത്രയിൽ ശരിക്കും കുറേ പേരെ പരിചയപ്പെട്ടിട്ട് ബസ്സിൽ നിന്നും പരിചയപ്പെട്ട് ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ അവൻ എൻ്റെ അടുത്ത് യൂട്യൂബറാണല്ലേ പിടിച്ച് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ യാത്ര ചെയ്യുമ്പോൾ വോൾവോ ബസ്സിലാവും. ഞാൻ സൗത്തിൽ പോയി ഇറങ്ങി. എനിക്ക് ഇനി അവിടെ നിന്ന് വള്ളൂരത്തിലേക്ക് വേറെ ബസ് കയറണം. മൊത്തം ഞാൻ 6 ബസ്സാണ് നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്ന് കൊച്ചി വരെ കയറിയേക്കണം. കറക്റ്റ് 9 മണിക്ക് എത്തിയിട്ടാ. ഇതെൻ്റെ വീടിൻ്റെ അങ്ങോട്ടുള്ള ബസ്സാട്ടാ. എറണാകുളത്ത് നിന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ചെറിയൊരു ഇടവഴിയുള്ളൂ, അവിടെ വരെയുള്ള ബസ്സാണ്. ചമ്മല ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ടാ. ഫുൾ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബ്ബായിട്ടാ. എന്തായാലും നല്ല ടയർഡാണ്. 9 കാലമായിപ്പോൾ. വീടെത്തുമ്പോൾ എന്തായാലും 10 മണിയാവും. 14 മണിക്കൂറത്തെ ജേണി അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വീഡിയോ കണ്ടതിന് അഭിപ്രായം കമൻ്റ് അടിക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ മച്ചാന്മാരെ, പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറ വഴി കൊച്ചിയിലേക്ക് എനിക്ക് എത്ര രൂപയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 329 രൂപയാണ് ബസ് കാശ് അയക്കണം കേട്ടോ. 5 ബസ്സിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ 5 ബസ്സും കൂടി കൂട്ടി 329 രൂപയാണ് എനിക്ക് അയക്കണത്. ഒരു 200 രൂപയും കൂടി നമുക്ക് വെള്ളത്തിനും ഫുഡിനും കൂടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 529 രൂപക്ക് നമുക്ക് പൊള്ളാച്ചിയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്താൻ പറ്റും കേട്ടോ.